ക്രിയേഷൻസിൻ്റെ 28ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബ്ലൗസ് കട്ടിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയുമാണ്. ബ്ലൗസ് എന്ന് പറയുമ്പോൾ സാരി ബ്ലൗസ് അല്ല കാണിക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് സാരി ബ്ലൗസ് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ അംബ്രല്ല ഫുൾ സ്കേർട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ ഈ സ്കേർട്ടിന് മാച്ചായ ഒരു ബ്ലൗസാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അംബ്രല്ല ഫുൾ സ്കേർട്ടാണ്. ഒരു 5 വയസ്സ് കുട്ടിക്ക് പാകമായ ഫുൾ സ്കേർട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. നമുക്ക് നമ്മൾ 2 സൈഡിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുഞ്ചലൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മൾ തയ്ച്ചത്. അപ്പോൾ ഇതിന് മാച്ചായ ഒരു ബ്ലൗസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ബ്ലൗസ് ഞാനിപ്പോൾ ഇവിടെ 1/2 മീറ്റർ തുണിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 5 വയസ്സായ കുട്ടിക്ക് പറ്റിയ ബ്ലൗസാണ് ഞാൻ തയ്ക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വലിയ ആൾക്കാരാണെങ്കിലും തുണി മാത്രം നിങ്ങൾ കൂടുതൽ വാങ്ങിക്കുക. തിയറി എല്ലാം ഒന്ന് തന്നെയാണ്. അളവുകളും അതുപോലെ തന്നെ തുണിയും മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നമ്മൾ ബോഡിയിൽ നിന്ന് കറക്റ്റ് നമ്മുടെ അളവെടുക്കുക. എന്നിട്ട് ഇപ്പോൾ വലിയ ആൾക്കാരാകുമ്പോൾ അതനുസരിച്ച് തുണി കൂടുതൽ വാങ്ങിക്കുക. ഇന്നിപ്പോൾ ഞാൻ 5 വയസ്സുള്ള കുട്ടിക്കാണ് തയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 മീറ്റർ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കുട്ടിയായതുകൊണ്ട് 1/2 മീറ്റർ മതി. ഇതിങ്ങനെ മുത്ത് പിടിപ്പിച്ച ഡിസൈനിലുള്ള ഒരു തുണിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാ കടകളിലും അവൈലബിൾ ആയ ഒരു തുണിയാണിത്. പിന്നെ അതുപോലെ തന്നെ ലൈനിങ്, കോട്ടൻ്റെ ലൈനിങ്, അതും 1/2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിനും കൈക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ മുത്തുകളും പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പ്രവേശിക്കാം. ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മിക്ക മാരേജ് ഫംഗ്ഷനിൽ നമ്മൾ ചെന്നാലും ഇപ്പോഴത്തെ ട്രെൻഡാണ് അംബ്രല്ല ഫുൾ സ്കേർട്ടും അതുപോലെ തന്നെ അതിന് യോജിച്ച ഒരു മിഡിയും, പിന്നെ അതുപോലെ തന്നെ ലോങ് ഗൗൺ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ലോങ് ഗൗൺ ആണ്. അപ്പോൾ കുറേ കമൻസ് എനിക്ക് വരുന്നു ലോങ് ഗൗൺ, പിന്നെ അതുപോലെ തന്നെ സാരി ബ്ലൗസ്, ലൈനിങ് ബ്ലൗസ്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോസ് മിക്കതും അതായിരിക്കും. അപ്പോൾ ഈ ബ്ലൗസ് കഴിഞ്ഞ് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഫുൾ ലോങ് ഗൗൺ ആണ്. അതും 5 വയസ്സുള്ള കുട്ടിക്ക് പറ്റിയതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് അളവിൽ അത് ബോർഡിൽ നിന്ന് അളവെടുക്കുക. പിന്നെ അതുപോലെ തന്നെ തുണി കൂടുതൽ വാങ്ങിക്കുക. ഇനി നിങ്ങൾക്ക് അത് എത്ര വാങ്ങിക്കണം എന്നറിയില്ല, അതുപോലെ തന്നെ അളവിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാനത് റിപ്ലൈ ഉറപ്പായിട്ടും തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബ്ലൗസിൻ്റെ ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിലിപ്പോൾ 01 എന്ന് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഇറക്കമാണ്. പ്ലസ് നമ്മൾ അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. കാരണം 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ അടിക്കാൻ, പിന്നെ അതുപോലെ തന്നെ 1 ഇഞ്ച് നമ്മൾ താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് 02, അത് ഷോൾഡറിൻ്റെ പകുതി. ബാക്കിയുള്ള എല്ലാം നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് കാണിച്ചിട്ടുള്ള മിക്ക വീഡിയോസിലും ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. ഓൾറെഡി ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഓരോ ഗ്രാഫും ഞാൻ വരക്കുന്നത്. എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 23 എന്ന് പറയുന്നത് കൈക്കുഴിയാണ്. 45 എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച്. എന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ ഓരോ അളവും എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെസ്റ്റിൻ്റെ പകുതി ഭാഗം പ്ലസ് 2 ഇഞ്ച് എന്നാണ് സാധാരണ ഞാൻ എൻ്റെ ഗ്രാഫിലെല്ലാം ഞാൻ എഴുതുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ അളവെല്ലാം ഇതിലെഴുതി ബോഡിയിൽ നിന്ന് അളവെടുത്ത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ മോളുടെ അളവ് എഴുതി അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. പിന്നെ 06 എന്ന് പറയുന്നത് ഷേപ്പ് ഇറക്കമാണ്. 06 അതുപോലെ 67 എന്ന് പറയുന്നത് ഷേപ്പ് വണ്ണത്തിൻ്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച്. പിന്നെ 18 എന്ന് പറയുന്നത് അടിവണ്ണത്തിൻ്റെ കാൽഭാഗം പ്ലസ് 1 ഇഞ്ച്. പിന്നെ അതുപോലെ തന്നെ 0A എന്ന് പറയുന്നത് കഴുത്തകലമാണ്. 0B എന്ന് പറയുന്നത് ബാക്ക് കഴുത്തിരിവ്. അതുപോലെ തന്നെ 0C എന്ന് പറയുന്നത് ഫ്രണ്ട് കഴുത്തിരിവാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് കട്ടിംഗ് ആണ്. അതിൽ 01 എന്ന് പറയുന്നത് കൈ ഇറക്കം പ്ലസ് 1 ഇഞ്ച് നമ്മൾ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ലൈനിങ് ഇട്ട് അടിച്ച് മറിക്കാനായിട്ട് 1/2 ഇഞ്ച് താഴെ മതി. പിന്നെ 1/2 ഇഞ്ച് ഇവിടെ ജോയിൻ ചെയ്യാനും. 02 എന്ന് പറയുന്നത് കൈവണ്ണം, മുകൾ ഭാഗത്തെ കൈവണ്ണം. അതുപോലെ തന്നെ 13 എന്ന് പറയുന്നത് താഴ്ഭാഗത്തെ കൈവണ്ണം. 23 ഞാൻ എഴുതാൻ വിട്ടുപോയി, അത് കൈക്കുഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലൗസ് കട്ടിങ്ങിലേക്ക് കടക്കാം. ആദ്യം
നമുക്ക് ആദ്യമേ തന്നെ തുണി മടക്കാം. ഇതിപ്പോൾ 1/2 മീറ്റർ ആയതുകൊണ്ട് ഞാൻ ഈ 2 അറ്റം തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി ഇട്ടു. ഇതാണ് ബ്ലൗസ് കട്ടിങ്ങിന് നമ്മൾ തുണി ഇങ്ങനെയാണ് നമ്മൾ മടക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രാഫ് പ്രകാരം ഇവിടെ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ നല്ല വശത്താണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത വശത്ത് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ അളവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മോളുടെ ബ്ലൗസിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എൻ്റെ ഇറക്കം 15 ഇഞ്ച്, അതുപോലെ ഷോൾഡർ അവിടെ ബോഡിയിൽ നിന്നാണ് ഞാൻ അളവെടുത്ത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ബ്ലൗസിൽ നിന്നല്ല, ബോഡിയിൽ നിന്ന് അളവെടുത്ത് എഴുതി വെച്ചതാണിത്. ഇറക്കം, അതുപോലെ തന്നെ ഷോൾഡർ, കൈക്കുഴി, അതുപോലെ തന്നെ ചെസ്റ്റ്, ഷേപ്പ്, ഇറക്കം, വണ്ണം, ഇങ്ങനെ എല്ലാ അളവുകളും, കൈയുടെ അടക്കം എല്ലാ അളവുകളും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രകാരം മാർക്ക് ചെയ്യാം. ഫസ്റ്റ് 01 എന്ന് പറയുന്നത് ഇറക്കം, അതായത് ബ്ലൗസിൻ്റെ ഇറക്കം പ്ലസ് നമ്മളതിന് കൂടി 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 15 + 1.5 ഇഞ്ച് 16.5 ഇഞ്ച്. ഞാനിവിടെ ഇപ്പോൾ 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ 01 നമ്മൾ 01 നമ്മൾ അടയാളപ്പെടുത്തി, ഇറക്കം പ്ലസ് 1.5 ഇഞ്ച് എന്നുള്ളത്. നെക്സ്റ്റ് 02 ഷോൾഡറിൻ്റെ പകുതി. ഷോൾഡർ 10 ഇഞ്ച് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോൾഡറിൻ്റെ പകുതി, 10ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 5. ഇപ്പോൾ ഇത് കുഞ്ഞിക്കുട്ടികൾക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ അളവിൽ തയ്ക്കുമ്പോൾ ഈ അളവുകളും അതുപോലെ തന്നെ തുണിയും മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. അല്ലാതെ ഗ്രാഫും അതുപോലെ നമ്മൾ തയ്ക്കുന്ന രീതിയും നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയും എല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. രണ്ട് ഇമ്പോർട്ടൻസ് കാര്യമേ ഉള്ളൂ. ഒന്ന്, തുണി കൂടുതൽ വാങ്ങിക്കണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ അളവെടുക്കുക. ബാക്കിയുള്ള മെത്തേഡ് എല്ലാം സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ പകുതിയും അളന്നു, 10ൻ്റെ പകുതി 5 അപ്പോൾ 02 നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് 23, അത് കൈക്കുഴിയാണ്. 23 എന്ന് പറയുന്നത് കൈക്കുഴിയാണ്. അത് 4 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്, 4 ഇഞ്ച്. അപ്പോൾ 23യും കിട്ടി. കാണാൻ പറ്റുമോ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്, അത്ര ക്ലിയർ ആവുന്നില്ല. ചോക്ക് ഇത്തിരി കളർ കുറഞ്ഞ ചോക്കായതുകൊണ്ടിട്ടാണ്. 23യും നമുക്ക് കിട്ടി. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 45 ആണ്. അതായത് ചെസ്റ്റിൻ്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച് എന്ന്. നമ്മൾ സാധാരണ ഞാൻ തയ്ക്കുമ്പോൾ ചെസ്റ്റിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച് എന്നാണ്. അത് ഞാനിപ്പോൾ ഒരു ടോപ്പിൽ നിന്ന് അളവെടുത്ത് കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ അതിൻ്റെ കാൽഭാഗം എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ കാൽഭാഗം എന്നാണ് നമ്മൾ ചേർക്കുന്നത്. ചെസ്റ്റ് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അതിൻ്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ 23ൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഒരു 5.25 സംതിങ് വരും. നമുക്കത് 6 ഇഞ്ചായിട്ട് എടുക്കാം. അപ്പോൾ 6 + 2 8 ഇഞ്ച്. ഇഞ്ചും മാർക്ക് ചെയ്തു. അപ്പോൾ 4 5 നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷേപ്പ് ഇറക്കമാണ്. നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ എല്ലാത്തിനും ഷേപ്പ് നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് പിന്നെ ഓൾട്രേഷൻ ചെയ്യേണ്ടി വരില്ല. നമ്മൾ ആദ്യമേ തന്നെ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് തയ്ച്ച് അവസാനം പിന്നെ നമുക്കതൊന്നുകൂടി ഓൾട്രേഷൻ നമുക്കതിൽ വരില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെല്ലാം ഷേപ്പ് ഇറക്കം, വണ്ണം ഇതുപോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലൗസിൽ ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്ലിറ്റ് ഇട്ടില്ലെങ്കിൽ വളരെ എന്താ പറയുക, പിടിച്ച് കെട്ടിയിരിക്കണ പോലെ ഇരിക്കും. അപ്പോൾ ചെറിയൊരു സ്ലിറ്റ് ഇടുകയാണെങ്കിൽ ആ ബ്ലൗസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇറക്കം 9 ഇഞ്ചാണ്. ഇതിൻ്റെ ഷേപ്പ് ഇറക്കം 06 എന്ന് പറയുന്നത്. അത് ഞാനിവിടെ ഇപ്പോൾ എടുക്കുകയാണ്, 9 ഇഞ്ച്. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ 6 7, അതായത് ഷേപ്പ് വണ്ണത്തിൻ്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച്. ഷേപ്പ് വണ്ണം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 5 പ്ലസ് അതിനെ കൂടി 2 ഇഞ്ച് കൂട്ടുമ്പോൾ 5 + 2 7 ഇഞ്ച്. അതും മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് അടിവണ്ണമാണ്. അടിവണ്ണത്തിൻ്റെ കാൽഭാഗം പ്ലസ്
1 ഇഞ്ച്. അടിവണ്ണം എന്ന് പറയുന്നത് 24 ഇഞ്ചാണ് ടോട്ടൽ അടിവണ്ണം. അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ്. പ്ലസ് നമ്മൾ അതിനെ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടി 7 ഇഞ്ചായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ ആ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ 01 എന്ന് പറയുന്നത്, ആ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. കൈക്കുഴി മുതൽ ഈ ഷേപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടിവണ്ണം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് ഏകദേശം അവസാനിച്ചു. ഇനി നമുക്ക് ഇതിൽ കൈ മാത്രമേ വെട്ടിയെടുക്കാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കഴുത്തും വെട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വെട്ടിപ്പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കഴുത്ത് വെട്ടിയെടുക്കാം. ഒരു പീസ് എടുക്കുക, അതിൻ്റെ കഴുത്ത് വെട്ടാം. നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്ക്വയർ വെക്കാം. ഫ്രണ്ട് കഴുത്തിൽ മാത്രമേ നമ്മൾ മുത്ത് പിടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിൽ വേണമെങ്കിലും പിടിപ്പിക്കാം. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ വെട്ടുകയാണെങ്കിൽ നമുക്കിത് വെക്കാൻ സുഖമായിരിക്കും. ഞാനിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഈ മുത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ക്വയർ ആയിട്ടാണ് ഞാൻ കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തകലം 2 ഇഞ്ചാണ്. കഴുത്തകലം 0A എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. സ്ക്വയർ കഴുത്തായതുകൊണ്ട് ക്യാൻവാസ് യൂസ് ചെയ്യണമെന്നില്ല. ഇല്ല, നിങ്ങൾക്കത് തയ്ക്കാൻ നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ക്യാൻവാസ് വെട്ടിയെടുത്തിട്ട് ഇതിൽ അയൺ ബോക്സ് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ക്യാൻവാസ് കൊണ്ട് തയ്ക്കുക. ഞാനിപ്പോൾ ഇതിൽ ക്യാൻവാസ് വെക്കുന്നില്ല. സ്ക്വയർ കഴുത്തായതുകൊണ്ട് ക്യാൻവാസ് യൂസ് ചെയ്യാണ്ടാണ് നെക്കടിക്കുന്നത്. ഇനി ബാക്ക് കഴുത്തിരിവ് 4 ഇഞ്ചാണ്. ബാക്കും ഫ്രണ്ടും ഞാൻ 4 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാൻ ഇവിടെ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരേപോലെ ഞാനൊന്ന് വെട്ടിയെടുക്കുകയാണ് കഴുത്ത്. അപ്പോൾ സ്ക്വയർ കഴുത്ത് വെട്ടിയെടുത്തു. ഇനി ഇതുപോലെ നമുക്ക് മറ്റേ പീസും വെട്ടാം. നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലെയും അതുപോലെ തന്നെ ബാക്കിലെയും കഴുത്ത് വെട്ടിയെടുത്തു. ഞാനിപ്പോൾ 2 കഴുത്തും ഒരേ അളവായതുകൊണ്ടാണ് ബാക്ക് വശം വെട്ടുന്നത് കാണിക്കാഞ്ഞത്. ഒരു വശം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അത് രണ്ടും ഒരേ അളവായതുകൊണ്ടിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല. ചെറിയൊരു സ്ലിറ്റ് ഇടാനുണ്ട്. അത് നമുക്കിതിൻ്റെ എല്ലാം തയ്ച്ച അവസാനം എത്തുമ്പോൾ ഒരു 2 ഇഞ്ച് കയറ്റി, അത് നമുക്ക് പ്രത്യേകിച്ച് അളക്കാനൊന്നുമില്ല. ചെറുതായിട്ട് ഇത് ഈ ഒരു ഭാഗം വരുമ്പോൾ ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് പ്രത്യേകം അളവ് വേണമെന്നില്ല. നിങ്ങൾക്കത് അളവെടുക്കണം എന്നുണ്ടാണെങ്കിൽ നിങ്ങൾക്കത് അളവെടുക്കുക. ഞാനിപ്പോൾ അതിന് പ്രത്യേകം സെപ്പറേറ്റ് അളവെടുക്കുന്നില്ല. ഇനി നമുക്ക് കൈവെട്ടാം. ഈ ബാക്കി അടിവശത്തെ തുണിയിൽ നിന്ന് കൈവെട്ടുകയാണ്. തുണി ഇതേപോലെ 2 ആക്കിയിട്ടു. എന്നിട്ട് ഇതിൻ്റെ കൈയിറക്കം എടുക്കുക.
01 എന്ന് പറയുന്നത് കൈയിറക്കം പ്ലസ് 1 ഇഞ്ചാണ്. അപ്പോൾ കൈയിറക്കം 2 ഇഞ്ച്. ഇത് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് കൈയിറക്കം ഞാൻ വളരെ കുറവേ എടുത്തിട്ടുള്ളൂ, 2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 പ്ലസ് 1 ഇഞ്ച് 3 ഇഞ്ച്. ഞാൻ ആദ്യമേ ഈ അടിഭാഗത്തുനിന്ന് വെട്ടി മാറ്റുകയാണ്. വളരെ കുഞ്ഞിക്കൈയല്ലേ, അപ്പോൾ ഇതും കൂടെ വെട്ടി മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ 3 ഇഞ്ച് കൈനീളം 3 ഇഞ്ച് ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ കൈവണ്ണമാണ്. കൈവണ്ണം മുകൾ ഭാഗത്ത് 9 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി വേണം എടുക്കാനായിട്ട്. നമ്മൾ തുണി 2 ആക്കിയിട്ടിട്ടാണല്ലോ. അപ്പോൾ കൈവണ്ണത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഗ്രാഫിൽ എഴുതിയപ്പോൾ. കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ചാണ്. അപ്പോൾ 9ൻ്റെ പകുതി 4.5 പ്ലസ് 2 6.5 ഇഞ്ച്. മുകൾ ഭാഗത്തെ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി താഴ്ഭാഗത്തെ കൈവണ്ണം 7 ആണ്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ 7ൻ്റെ പകുതി 3.5, അത് പ്ലസ് 2 5.5. അതും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൈക്കുഴിയാണ്. കൈക്കുഴി 2 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൊക്കത്തുനിന്ന് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് കൈക്കുഴിയും നമ്മൾ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് കുഴിച്ച് വെട്ടാം. അപ്പോൾ നമ്മുടെ കൈയും നമ്മൾ വെട്ടിയെടുത്തു. നമുക്കിനി ഇതേപോലെ വെച്ച് ഒരെണ്ണം കൂടി വെട്ടിയെടുക്കാം. നമ്മൾ ഈ കൈ വെച്ച് ഒരു കൈ വെട്ടിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ തേര് വശം മാറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ നൂല് വളരെയധികം പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ആ വശം ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയും വെട്ടിയെടുത്തു. അപ്പോൾ ബ്ലൗസിൻ്റെ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് വെട്ടാം. ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ 2 ഭാഗം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത അതേപോലെ തന്നെ ഈ 2 ഭാഗവും തമ്മിൽ യോജിപ്പിക്കുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മടക്കുക. നമുക്കിനി സെപ്പറേറ്റ് ഇതിലെ അളവ് മാർക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ഈ ഒരു പീസ് വെച്ച് വെട്ടിയെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ താഴ്ഭാഗത്തു നിന്ന് കുറച്ച് കയറ്റി വെട്ടുക. നമ്മൾ ലൈനിങ് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് തയ്ക്കാം, ഇല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് തയ്ക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ ലൈനിങ് ചിലപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങി പോന്നിരിക്കും. അപ്പോൾ അതിങ്ങനെ കുടുങ്ങി കിടക്കും. അപ്പോൾ എപ്പോഴും രണ്ടും രണ്ടിലായിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി കയറ്റി വെട്ടുകയാണ് ലൈനിങ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ച് വെട്ടി തയ്ക്കാണെങ്കിൽ ഇറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കയറ്റി വെട്ടിയെടുക്കുകയാണ്. കഴുത്ത് വെട്ടണ്ട, നമുക്കത് അടിച്ച് മറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് വെട്ടണ്ട. അപ്പോൾ ലൈനിങ്ങും വെട്ടിയെടുത്തു. ഇനി നമുക്ക് കൈക്കുള്ള ലൈനിങ്ങും കൂടി വെട്ടിയെടുക്കാം. ഇതിപ്പോൾ 2 പീസ് ഉണ്ട്. അപ്പോൾ 2 കൈയും നമുക്ക് ഒറ്റയടിക്ക് തന്നെ വെട്ടിയെടുക്കാം. രണ്ട് കൈയും നമ്മൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് പീസ് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കോ അതോ ഫ്രണ്ടോ നമുക്കായി എടുക്കാം. നമ്മൾ 2 കഴുത്തും ഒരേപോലെ വെട്ടിയിരിക്കുന്നത് കൊണ്ട് ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് പീസായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പീസിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് വേണം കഴുത്ത് അടിക്കാനായിട്ട്. കഴുത്തടിക്കുകയാണ്. കഴുത്തടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ പെട്ടെന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ മൂല ഒന്ന് വെട്ടിക്കൊടുക്കാം. സ്ക്വയർ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മൂല മാത്രമേ വെട്ടിക്കൊടുക്കേണ്ടി വരുള്ളൂ. യു ആകുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ഇടവിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇങ്ങനെ വെട്ടുക. എന്നിട്ട് ഇത് പതിച്ചടിക്കാം. പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ നല്ല വശത്ത്, ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പീസായിട്ടാണ് അടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ നല്ല വശത്ത് ഒരു സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് നമ്മൾ സ്ക്വയർ അടിച്ചെടുത്തു. നമുക്കിനി ബാക്ക് കഴുത്ത് അടിക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്തും അടിക്കുന്നത് ഫ്രണ്ട് കഴുത്ത് അടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ നല്ല വശവും ലൈനിങ് നല്ല വശവും അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അടിക്കുക. കഴുത്ത് വെട്ടി മാറ്റാം. മൂല വെട്ടിക്കൊടുക്കാം. നമുക്കിനി പതിച്ചടിക്കാം. പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. നല്ല വശവും കൂടി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് 2 ഷോൾഡറും അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ നല്ല വശത്ത്, അതായത് ബാക്ക് കഴുത്തിൻ്റെ നല്ല വശത്ത് അടിക്കാം. ആ ഷോൾഡറിൽ നിന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒടിച്ചു, അതുപോലെ നെക്കും ബാക്കിൽ നെക്കും അടിച്ചു. ഇനി നമുക്ക് നമ്മൾ ആദ്യമേ മേടിച്ച് വെച്ചിരിക്കുന്ന ഈ മുത്ത് നമുക്കിതിൽ പിടിപ്പിക്കാം. ഇപ്പോൾ ഞാൻ 2 കഴുത്തും ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും ഞാൻ ഈ മുത്ത് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഈ ബ്ലൗസിൻ്റെ തുണി നിവർത്തിയിട്ടു. എന്നിട്ട് ഈ മുത്തിൻ്റെ ഈ ഒരു അറ്റം ഈ നെക്കിൻ്റെ ഈ മൂലക്കായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇത്തിരി കയറ്റി ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി ഇത്തിരി വെക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. മുത്തിൻ്റെ പുറത്തിട്ട് സൂചി കൊള്ളുകയാണെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും. അപ്പോൾ വളരെ പതുക്കെ, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൈകൊണ്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക. വളരെ പതുക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് സാവകാശം ഹെമ്മിങ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പതുക്കെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഈ ലിവർ ഇങ്ങനെ പൊക്കി വെക്കുക, എന്നിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഈ സൂചി ഈ മുത്തായിട്ട് ഒരു കാരണവശാലും കൊള്ളില്ല. ഞാനിപ്പോൾ ഈ ലിവർ പൊക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഈ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. പതിയൊരു
കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ തിരിക്കുക. ഇനി ബാക്കിയുള്ള ഈ ഭാഗം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിങ്ങനെ അടിയിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കഴുത്തിന് ഇതേപോലെ ചുറ്റിനും വെച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ടല്ല ഹെമ്മിങ് ചെയ്തെടുത്തത്, ഞാൻ മെഷീൻ കൊണ്ട് തന്നെ ഇതിൻ്റെ ലിവറിങ്ങിനെ പൊക്കി വെച്ചിട്ടാണ് പതിയെ പതിയെ അടിച്ചെടുത്തത്. അപ്പോൾ നമുക്കിനി കൈ അടിക്കാം. കൈ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് കൈ അടിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ നല്ല വശവും കൂടി കൂട്ടിമുട്ടിക്കുക. ഇതൊന്ന് പതിച്ചടിക്കാം. നമ്മളിതിൻ്റെ നല്ല വശത്ത് അടിക്കാം. ഇനി നമുക്ക് ഈ മുത്ത് കയ്യിൽ വെച്ച് കൊടുക്കാം. നേരത്തെ അടിച്ച പോലെ തന്നെ, കഴുത്തടിച്ച പോലെ തന്നെ ഇതും അടിച്ചു കൊടുക്കുക. ലിവർ പൊക്കിയിട്ട് അപ്പോൾ നമ്മൾ കൈ ഇതേപോലെ മുത്ത് അറ്റം വരെയും അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ മറ്റേ കൈയും അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ 2 കൈയും അടിച്ചെടുത്തു. ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്ലൗസിൽ ഈ കൈ പിടിപ്പിക്കാം. നമ്മൾ കൈ വെക്കുന്നതിന് മുൻപായിട്ട് ഇതിന് നടുക്ക് ഇതിനൊന്ന് വെട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് ഏറിയും കുറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് രണ്ടും ഒരേപോലെ ഇങ്ങനെ ആക്കി എടുത്തു. ഒരേപോലെ ആക്കിയെടുത്തു. എന്നിട്ട് 2 കൈയിൻ്റെയും നടുക്ക് വെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് നേരെ ഈ ബ്ലൗസിലേക്ക് കൈ വെക്കാം. ഞാനൊന്ന് കൈ വെക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ്. ഈ നമ്മൾ ഷോൾഡർ അടിച്ച ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഈ വെട്ടിയ വി പോലെയുള്ള ഭാഗം ഇങ്ങനെ നടുക്ക് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒപ്പം പിടിച്ച് ഇതിൻ്റെ അവസാനം കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ കൈ വെക്കൂ. ഇല്ല, നമ്മൾ നേരെ ഈ അറ്റം മുതൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇത് കൈയിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കൈ ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്ത് കൈ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് ഈ സൈഡും പിടിപ്പിച്ചെടുക്കാം. നമ്മൾ കൈ 2 കൈയും ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് നേരെ ഇത് കൈവണ്ണം അടയാളപ്പെടുത്തി ഇത് കൂട്ടിയെടുക്കാം. കൈവണ്ണം 9ഉം 7ഉമാണ്. മുകൾ ഭാഗത്ത് 9ഉം താഴ്ഭാഗത്ത് 7ഉം. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ 9ൻ്റെ പകുതി. അപ്പോൾ 4.5യും 7ൻ്റെ പകുതി 3.5യും. മൂന്നര ഞാൻ അടയാളപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 4.5യും.
മുത്തായിട്ട് കൊള്ളാണ്ട് വേണം ഇത് അടിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചിയുടെ പോയിന്റ് പോകും. കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഒരു ലെയർ കയറ്റിയിട്ട് നമുക്ക് അടുത്ത ലെയർ കയറ്റാം. ഇത് മുത്തായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ മുത്ത് വെച്ച തുണി ആയതുകൊണ്ട് ഈ മുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് അടിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകും. അതൊക്കെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിൽ ഷേപ്പൊക്കെ അടയാളപ്പെടുത്താനുണ്ട്. ജസ്റ്റ് ഒരു അടി അടിച്ച് താഴത്തേക്ക് ഇറക്കുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ രണ്ട് വശത്തും ഒരു അടി അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൽ ഷേപ്പ് ഇറക്കം 9ഉം ഷേപ്പ് വണ്ണം 20ഉമാണ്. അപ്പോൾ ഇതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 5 ഇഞ്ച്. അപ്പോൾ ഷേപ്പ് ഇറക്കം 9, വണ്ണം 5. ഞാനിവിടെ നിന്ന് 10 ഞാൻ അടയാളപ്പെടുത്തുകയാണ്. അടയാളപ്പെടുത്തി. ഇനി താഴെ അതുപോലെ തന്നെ അടിവണ്ണം എന്ന് പറയുമ്പോൾ മൊത്തം 24ആണ്. ഞാൻ അതിൻ്റെ പകുതി 12, താഴെ 12ഉം അടയാളപ്പെടുത്തി. ഇങ്ങനെ വരക്കാം. ചെറിയൊരു സ്ലിറ്റ് നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് ഒരു സ്ലിറ്റ് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. പ്രത്യേകം നമുക്ക് അളവൊന്നും നമ്മളത് ചെയ്യുന്നില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ അടിയൊന്ന് ലെവൽ ചെയ്ത് വെട്ടാം. നല്ല ഭാഗത്തിൻ്റെ അടിയൊന്ന് ലെവൽ ചെയ്യാം. അതുപോലെ തന്നെ ലൈനിങ് ഇവിടെ ലെവലായിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. എപ്പോഴും ലൈനിങ് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല വശത്തിൻ്റെ, അതായത് ബ്ലൗസിൻ്റെ നല്ല പീസിന് കുറച്ച് പൊക്കത്തായിട്ട് വെട്ടണം. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈനിങ്ങിന് ചുളുങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇറങ്ങി ആകെ ഒരു മെനേഡായിട്ട് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ അടിവശവും സെപ്പറേറ്റ് ആയിട്ട് മടക്കി തയ്ക്കുന്നത്. നമുക്ക് ഷേപ്പിൽ കൊണ്ടുവന്ന് നിർത്താം. ാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു സ്ലിറ്റ് വെട്ടിക്കൊടുക്കാം. നമുക്ക് സ്ലിറ്റ് അടിക്കുന്നതിന് മുൻപ് ഈ അടിഭാഗം ഇങ്ങനെ കയറ്റി അടിക്കണം. അപ്പോൾ ഈ രണ്ട് വശത്തെയും ഷേപ്പ് മാർക്ക് ചെയ്തത് അടിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നമ്മൾ രണ്ട് വശത്തും ചെറിയൊരു സ്ലിറ്റിന് വേണ്ടിയിട്ട് അടിച്ചെടുത്തു. ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലൈനിങ് മടക്കി അടിക്കുകയാണ്. ഒരു 1/4 ഇഞ്ചിൽ മടക്കിയാൽ മതി. ിൻ്റെയും ലൈനിങ് ഇതേപോലെ മടക്കി തയ്ച്ചു. ഇനി വേണം നമ്മൾ സ്ലിറ്റ് അടിക്കാനായിട്ട്. ആ ചെറിയൊരു സ്ലിറ്റിങ്ങിനെ നമുക്ക് അടിച്ചു കൊടുക്കാം. വളരെ ചെറിയൊരു സ്ലിറ്റാണ്. അധികം സ്ലിറ്റ് ഇറക്കരുത്, കാര്യം അത് പട്ടുപാവാടയുടെ മോഡലായി പോകും. നമ്മൾ ഈ ഇപ്പോഴത്തെ ട്രെൻഡ് അംബ്രല്ല സ്കേർട്ടിന് പറ്റിയ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇതേപോലെ ചെറിയൊരു സ്ലിറ്റ് ഇട്ടാൽ മതി. ഇതേപോലൊരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക.
ചെറിയ സ്ലിറ്റ് ഇതേപോലെ ഇടുക. ഇതേപോലെ നമുക്ക് അപ്പുറത്തെ വശത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അടിവശം മടക്കി തയ്ക്കാം. ബ്ലൗസിൻ്റെ അടിഭാഗവും മടക്കി അടിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള, ഇപ്പോൾ ഞാൻ 2 മീറ്റർ ആയിരുന്നു വാങ്ങിച്ചത്. ഇനി ഇത് ബാക്കിയുള്ള ഈ ഭാഗം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും വെച്ച് കൊടുക്കാം. ഇത് 2 പീസാക്കാം. നമുക്കിനി ഇത് അടിഭാഗത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ കഴുത്തിനും അതുപോലെ തന്നെ കൈക്കും വെച്ച് കൊടുത്ത പോലെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ അടിഭാഗത്തും ഇതുപോലെ മുത്ത് പിടിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ബ്ലൗസ് ഒന്ന് തിരിച്ചെടുക്കാം. നമ്മൾ ചെറിയൊരു സ്ലിറ്റും താഴത്ത് ഇതുപോലെ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മുത്ത് പിടിപ്പിക്കാനാണ് നിങ്ങൾ ഡ്രസ്സിൽ മുത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ താഴത്തും വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ബ്ലൗസ് ഒരു പെർഫെക്ഷനായിട്ട് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് കയ്യിലും കഴുത്തിലും മാത്രമേ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടുകയില്ല. താഴെ കൂടി വെക്കുമ്പോഴേ ആ ഒരു എന്താ പറയുക ബ്ലൗസിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. പിന്നെ ഇതുപോലെ ഈ മുത്തും ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അംബ്രല്ല സ്കേർട്ടിന് പറ്റിയ ബ്ലൗസാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ അംബ്രല്ല സ്കേർട്ടും അതായത് ഫുൾ സ്കേർട്ടും ബ്ലൗസും ഒന്ന് നിവർത്തി ഇട്ടിരിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലായിരുന്നു ഞാൻ ഈ അംബ്രല്ല ഫുൾ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതിന് മാച്ചായ ബ്ലൗസുമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ അംബ്രല്ല സ്കേർട്ടിൻ്റെ വീഡിയോ കാണാത്തവർ അത് കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അവസാനിച്ചിരിക്കുകയാണ്. ഇതെല്ലാവരും ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഒന്നുകൂടി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇത് അടുത്ത വീഡിയോയുടെ തുണിയാണ്. അടുത്ത വീഡിയോ ലോങ് ഗൗൺ ആണ്. കുറേ പേരായി എന്നോട് ആവശ്യപ്പെടുന്നു ലോങ് ഗൗൺ കാണിച്ചു തരുമെന്ന്. കുറേ കമൻസായി എനിക്ക് വരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയാറുള്ളതാണ്. ഞാൻ കമൻസിൻ്റെ ബേസിലാണ് അടുത്ത വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി വീഡിയോസായി ലോങ് ഗൗൺ കാണിക്കുമെന്ന് എനിക്ക് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ലോങ് ഗൗൺ ആണ്. പിന്നെ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്റ്റോൺ കൊണ്ട് വെച്ച ഒരു വർക്കാണിത്. ഇത് നമ്മൾ അരപ്പട്ടയുടെ ആ ഭാഗത്ത് പിന്നെ ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മുത്താണ് ഇങ്ങനെ വെച്ചത്. ലോങ് ഗൗണിന് ഞാൻ ഇതേപോലെ ഇത്രയും വീതിക്കുള്ള ഒരു സ്റ്റോൺ കൊണ്ട് തയ്യാറാക്കിയ ഒരു ഇതാണ് വെക്കുന്നത്. താങ്ക് യു.